എന്ത് സംഭവം അറിയോ സിദ്ദിഖ? എനിക്ക് അമേരിക്കയിൽ ഒരു ഷോ കിട്ടി. ദാദിർ ഷെരീഫ് സലീമിന് വെച്ചിട്ടുള്ള ഷോയാണ് സലികുമാർ. പ്രിയപ്പെട്ടവരെ, ഗോപു പട്ടിക്കാടാണേ. ഞാനിപ്പോൾ നിൽക്കുന്നതേ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ എന്ന് പറഞ്ഞ ഒരു ഭാഗം. ഇവിടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, അതായത് ലൈവായിട്ട് വോയിസ് പറയുന്ന ഒരു കലാകാരനാണ് സന്ദീപ് പുത്തൂർ. അദ്ദേഹത്തിനെ നമുക്കൊന്ന് കണ്ടാലോ? വാ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറഞ്ഞാൽ സന്ദീപ് പുത്തൂരാണ് കേട്ടോ. സന്ദീപ് പുത്തൂർ വെറും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, അതായത് ലൈവായിട്ടുള്ള വോയിസുകൾ ചെയ്യുന്ന ഒരു കലാകാരനാണ്. പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ട് അവതരിപ്പിക്കാറുള്ള ദിലീപേന്റെ ശബ്ദമാണ്. ദിലീപേന്റെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലി അതൊന്നും അവതരിപ്പിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് ആദ്യമായിട്ട് ദിലീപിന്റെ ലൈവ് വോയിസ്. എന്ത് സംഭവം അറിയോ സിദ്ദിഖ? എനിക്ക് അമേരിക്കയിൽ ഒരു ഷോ കിട്ടി. ദാദിർ ഷെരീഫ് സലീമിന് വെച്ചിട്ടുള്ള ഷോയാണ് സലികുമാർ. ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ഭയങ്കര പാരയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നീ ജീവിതകാലം പാട്ട് പാടി നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമേരിക്കയിലെ വലിയൊരു ചർച്ചാണ്. ആ ചർച്ചിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ആ ചർച്ചിൽ നിന്ന് ഓൾറെഡി കുറേ ആളുകൾ ഇങ്ങനെ പോയോണ്ടിരിക്കുക. അപ്പോൾ ഈ ആളുകളെ കണ്ടപ്പോൾ ദാദിർഷ പറയാ, എൻ്റെ ഗാനമേള കഴിഞ്ഞിട്ട് ആൾക്കാർ പോണ പോലെ ഇല്ലേന്ന്. ഉടനടി സലികുമാർ പറയാ, ശരിയാണ്, നിൻ്റെ ഗാനമേള കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത്, പക്ഷെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. ദിലീപിന്റെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, ശരിക്കും ലൈവ് വോയിസ് അല്ലേ? പിന്നെ ഈ ലൈവ് വോയിസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു പ്രചോദനം എങ്ങനെയുണ്ടോ? ഇല്ല, അത് കൂടുതൽ സാധാരണ മിമിക്രിക്കാര് ഓരോ ശൈലിയിലുള്ള ഡയലോഗുകൾ ചെയ്തിട്ടാണ് വരാറ് അല്ല, എന്തെങ്കിലും ഒരു പുതുമ വേണമെന്നുള്ള ഇതിലാണ് നമ്മൾ ലൈവ് ആക്കിയത്. അപ്പൊ നമുക്ക് ഇനി അടുത്തായിട്ട് ആർക്ക് ചെയ്ത് കൊടുക്കാം? നമുക്ക് IM വിജയൻ സാറിന്റെ ശബ്ദം ചെയ്യാം. ഇതിപ്പോ എന്താ പറയാ, അപ്പോ ചേട്ടാ, അപ്പോ കളി തീരാനായിട്ട് ആകെ ഒരു 10 മിനിറ്റ് ബാക്കിയുള്ള സമയത്ത്, ആ സമയത്ത് നമ്മൾ കോഴിക്കോടത്തെ ആൾക്കാർ അറിഞ്ഞൂടാ ചേട്ടനാ, ആ സമയത്ത് സെസർക്കട്ട് അടിച്ചിട്ട് ഗോളാക്കി. അപ്പോൾ അത് നമ്മളിപ്പോൾ കൊൽക്കട്ടയിലും ബംഗാളിലൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല, ഇതിപ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ആ സമയത്ത്. ഇപ്പോൾ കോലത്തമ്പാടത്തെ ചക്കന്മാരൊക്കെ പ്രാക്ടീസ് ചെയ്തൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല, ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ MA യൂസഫ് അലി സാറ്, യൂസഫ് അലി, നമ്മുടെ പ്രിയപ്പെട്ട MA യൂസഫ് അലി സാറിൻ്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. ഒരു മനുഷ്യൻ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആകണമെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്യാതെ സാധ്യമല്ല. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയും അധ്വാനിക്കുകയും അതിനുശേഷം കുടുംബവുമായി ചെലവഴിക്കുകയും ചെയ്യുന്ന ഒറ്റ പ്രക്രിയ മാത്രം നടത്തുന്നവന് ഒരുപക്ഷെ ജീവിതത്തിൽ പലരും നേടാൻ സാധ്യമല്ല. സന്ദീപ്, അപ്പോൾ വിദേശങ്ങളിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ 1-2 ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. കലാഭവൻ നവാസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കലാഭവൻ നവാസ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. എൻ്റെ ബ്രദറാണ് നിയാസ്. നിയാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിമിക്രിയിലെ സജീവ സാന്നിധ്യമാണ്. എൻ്റെ മദറിൻ്റെ വീട് എറണാകുളത്താണ്. അവിടെ കൊച്ചിൻ കലാഭവൻ്റെ അടുത്ത് തന്നെ ഒരു 1 മാൻ ഷോ അവതരിപ്പിക്കുകയും അത് അന്നത്തെ മിമിക്രി ആർട്ടിസ്റ്റായിരുന്ന KS പ്രസാദടൻ അത് കാണുകയും എന്നെ കലാഭവനിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഫാമിലിയിൽ ആരൊക്കെയുള്ളത്? ഫാമിലിയിൽ ഇപ്പോൾ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും. വിവാഹിതനാണോ? അല്ല. ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? പരിപാടി ഇങ്ങനെ കുഴപ്പമില്ല. ഇങ്ങനെ അത്യാവശ്യം സത്യനന്ദിക്കാണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചിട്ടുള്ളത് മോഹൻലാലാണെങ്കിലും വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം, എപ്പോഴും കൂടുതൽ കോണ്ടാക്റ്റ് വയ്ക്കുന്നത് ഞാനും ശ്രീമാൻ മമ്മൂട്ടിയായിട്ടാണ്. സ്നേഹത്തിലുള്ള ഒരു ആദരവാണ് ഞാനും ശ്രീമാൻ മമ്മൂട്ടിയായിട്ടുള്ളത്. ദേഷ്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തമാശകൾ പറയുക. ആരെങ്കിലുമൊക്കെ തോട്ടിയിട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരുപാട് തമാശകൾ ഞാനും ശ്രീനിവാസനൊക്കെ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അജു വർഗീസിൻ്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. എൻ്റെ പൊന്നു ജോയേട്ട, ഈ ആനപ്പിണ്ടത്തിന് എങ്ങനെ ജോയേട്ട ചന്തത്തിന് ഉണ്ടാക്കണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ജോയേട്ട, നാളെ പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചില തെണ്ടുകൾ. ജോയേട്ട, നിങ്ങളൊരു സംഭവമാണ് കേട്ടാ. ലൈവായിട്ട് ദിലീപിനെ ശബ്ദം കേൾപ്പിച്ചത് അത് കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദിലീപ് ഓഡിയൻസ് ആയിട്ട് ഇരുന്നുകൊണ്ട് ആ ഒരു ക്ലിപ്പാണ് നമ്മൾ ചെയ്തത്.
അതെ, അല്ല ദിലീപ് ഉണ്ടായിരുന്നോ സ്റ്റേജിൽ? ഇല്ലില്ല, ദിലീപ് ഏട്ടൻ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വന്ന ഒരു സംഭവമാണ് അന്ന് അവതരിപ്പിച്ചത്. ഓ, അതൊരു വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ആ. കുതിരവട്ടം പപ്പുച്ചാന്റെ ശബ്ദം ഞാൻ ഒരുപാട് വേദികൾ അവതരിപ്പിക്കാറുള്ളതാണ്. ഒന്ന് അവതരിപ്പിക്കുന്നു. അല്ല, അപ്പോ മോളൊന്നും അറിഞ്ഞില്ലേ? അവൻ കുടിച്ച് കരൾ കംപ്ലീറ്റ് പോയി. ഹോസ്പിറ്റല് മലയാ ഹോസ്പിറ്റല്. ഓക്കെ, ഫിലോമിന ചേച്ചിയുടെ ശബ്ദത്തിൽ നിന്നും മാളക്കാരനായ മാള അരവിന്ദൻ ചേട്ടൻ. എന്തുകൊണ്ടൊക്കെ പറയടി എടപെടി എടപെക്കാൻ ആനെ പിന്നിട്ട് മൂത്ര വെച്ചു. പനിനീര് തെളി ആനെ, പനിനീര് തെളി. നമ്മളോ അല്ലെങ്കിൽ ചോളോ മോനെ ശശി, ഈ പടിയല്ലാണ്ട് എന്ത് പണികളാ നീ ചെയ്യാൻ പോണ്? അല്ലാണ്ട് കളിച്ചാൽ ഞാൻ ക്ലിപ്പിടും. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സമയം തന്നതിൽ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. എന്തായാലും ഇത്ര മനോഹരമായിട്ടുള്ള ഈ ഗോപൻചാൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. അതെ, സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കലാകാരനാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്.